എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആൻഡ്രോ ജോർജ്. ബുദ്ധിസം ഇൻ സൗത്ത് ട്രാവൻകൂർ സട്ടിൽ എവിഡൻസസ് എന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് SSUS കാലടിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ സെമിനാർ സീരീസ് ഓൺലൈൻ 2025 ഭാഗമായിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ഇന്ന് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പലർക്കും അറിയാവുന്നതുപോലെ കരുമാടി ആലപ്പുഴ എന്ന പ്രദേശത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബുദ്ധശില്പമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതുപോലുള്ള പ്രകടമായ തെളിവുകൾ മാത്രമല്ല, കേരളത്തിലും തെക്കൻ കേരളത്തിലും ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്തെ കാണിക്കുന്ന തെളിവുകൾ വേറെയും നിരവധിയുണ്ട്. അത്ര പ്രകടമല്ലെങ്കിൽ പോലും പ്രധാനമായ അവയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ പ്രസൻറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. ബുദ്ധമതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അനൈക്കോണിക് സിംബൽസ്. നമ്മളിപ്പോൾ കണ്ട കരുമാടിയിലെ പ്രതിമയെപ്പോലെ മനുഷ്യരൂപമുള്ള ബുദ്ധൻ്റെ പ്രതിമകൾ നമുക്ക് അനേകം കാണാൻ സാധിക്കും. എങ്കിലും മനുഷ്യരൂപമില്ലാത്ത ബുദ്ധമതത്തെ കുറിക്കുന്ന ചിഹ്നങ്ങളും ആരംഭകാല ബുദ്ധമതത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. ഇന്നും അവയുണ്ട്. ബുദ്ധമതത്തിൻ്റെ തെളിവുകൾ തേടിപ്പോകുമ്പോൾ ഇത്തരം ചിഹ്നങ്ങളെയും നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും തേടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ പ്രസൻറ്റേഷനിൽ ബുദ്ധനെക്കുറിച്ച് 2 വാക്ക്, അശോകൻ മൗര്യ മഹാരാജാവ്, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക്, ബുദ്ധമതം സൗത്ത് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ചെയ്തത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച്, ഉപാസകന്മാർ 2 ഉപാസകന്മാരെക്കുറിച്ച് ചില കാര്യങ്ങൾ, മണിമേഖല എന്ന തമിഴ് മഹാസാഹിത്യത്തിൽപ്പെടുന്ന ഒരു കൃതിയിലെ ബുദ്ധമത സൂചനകളെക്കുറിച്ച്, ദക്ഷിണേന്ത്യ കാണാൻ വന്ന ഹുയാൻസാങ്ങിനെക്കുറിച്ച്, ഹുയാൻസാങ് റെക്കോർഡ് ചെയ്തിട്ടുള്ള മലകൂഡ എന്ന രാജ്യത്തിലെ സ്തൂപത്തെക്കുറിച്ച് ചില വാക്കുകൾ, പുത്തേരി എന്ന് പറയുന്ന കന്യാകുമാരിയിലെ ഒരു ഗ്രാമത്തിലെ സ്തൂപമാകാൻ സാധ്യതയുള്ള ഒരു സ്ട്രക്ചറിനെക്കുറിച്ച്, പോത്തലാക്ക എന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്ന പൊതികൈ മലയെക്കുറിച്ച്, ബുദ്ധമത ബന്ധം കാണാൻ സാധിക്കുന്ന രാജവർമ്മൻ, വിക്രമരാമൻ എന്നീ പേരുകളുള്ള മൂഷകവംശ രാജാക്കന്മാരെക്കുറിച്ച്, പാലിയം ചെമ്പുപട്ടയത്തെക്കുറിച്ച്, ബുദ്ധമത ശില്പങ്ങളെക്കുറിച്ച്, ആര്യമഞ്ജുശ്രീ മൂലകൽപ്പ എന്ന ബുദ്ധ തന്ത്രഗ്രന്ഥത്തെക്കുറിച്ച് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ ഈ പ്രസൻറ്റേഷനിൽ പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു. തൊട്ടു മുൻപ് പറഞ്ഞതുപോലെ മൂർത്തമായൊരു മനുഷ്യരൂപത്തിലായിരുന്നില്ല ആരംഭകാലത്തിൽ ബുദ്ധനെ ചിത്രീകരിച്ചിരുന്നത്. അനൈക്കോണിക് സിംബൽസ് അവയാണ് ഉപയോഗിച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് ധർമ്മചക്രം. 8 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 24 അരക്കാലുള്ള ധർമ്മചക്രം ഒരു പ്രധാനപ്പെട്ട ബൗദ്ധമത ചിഹ്നമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു ചിഹ്നമാണ് ത്രിരത്നം. 3 ജുവൽസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ കുറിക്കുന്ന ത്രിരത്നങ്ങൾ, അത് ഒരു ബൗദ്ധ ചിഹ്നമാണ്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഗാന്ധാരത്തിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 നൂറ്റാണ്ട് AD ലഭിച്ചൊരു ശില്പമാണ്. ഇതിലൊരു ഗ്രീക്ക് സ്വാധീനം കാണാം. ഗ്രീക്കുകാരുടെ മിത്തോളജിയിൽ പറയുന്ന അറ്റ്ലസ് ത്രിരത്നങ്ങളെ ഏന്തി നിൽക്കുന്നതായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ധർമ്മചക്രത്തെ പോലെയും ത്രിരത്നത്തെ പോലെയും വളരെ പ്രധാനപ്പെട്ട വേറൊരു സിമ്പലാണ് ബുദ്ധപാദം, ഫുട് പ്രിൻ്റ് ഓഫ് ബുദ്ധ. അപ്പോൾ ഈ പാനലിൽ ഇടതുവശത്ത് കാണുന്നത് ബുദ്ധപാദം. ബുദ്ധപാദത്തിൽ ധർമ്മചക്രം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ത്രിരത്നം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതും ഗാന്ധാര ദേശത്തിൽ 1-ാം നൂറ്റാണ്ട് AD ഉണ്ടായിരുന്നതാണ്. ബുദ്ധപാദം ഭക്തർ ആരാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതേ
സ്ക്രീനിൽ തന്നെ വലതുവശത്ത് കാണുന്നത് ബുദ്ധപാദത്തെ വണങ്ങുന്ന ഭക്തരുടെ ഒരു ശില്പം റിലീഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വലതുവശത്ത്. അത് 2-ാം നൂറ്റാണ്ട് AD ഈ ശില്പം. ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേറൊരു തരം ചിത്രീകരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാജാവകാശം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ബുദ്ധൻ സന്യാസം സ്വീകരിക്കുന്നതിനെ ചിത്രീകരിക്കാനായിട്ട് ഒരു കുതിര, ആ കുതിരയുടെ മേലിൽ രാജകീയ ചിഹ്നമായ വെൺകൊറ്റക്കുട, എന്നാൽ ആ കുതിരയെ ഓടിക്കാൻ ഒരാളില്ലാത്ത മാതിരി, റൈഡർലെസ് ഹോഴ്സ് വിത്ത് പാരസോൾ, അത് സിദ്ധാർത്ഥ ഗൗതമൻ എന്ന ബുദ്ധൻ തൻ്റെ അവകാശങ്ങളെയും ലൗകിക കാര്യങ്ങളെയും ഉപേക്ഷിച്ച് സന്യാസിയായി പോകുന്നതിനെ കുറിക്കാനായിട്ട് ഉപയോഗിക്കുകയും അത് ഒരു ബുദ്ധചിഹ്നമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ ശില്പം 2-ാം നൂറ്റാണ്ട് AD ഇതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിഹ്നം വജ്രാസനമാണ്. ബൗദ്ധ ഗ്രന്ഥങ്ങളനുസരിച്ച് മഹാരാജാവായ അശോകൻ ബുദ്ധൻ ബോധോദയമുണ്ടായ ബോധഗയ എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇരിപ്പിടം, അലങ്കരിക്കപ്പെട്ട ഇരിപ്പിടമാണ് വജ്രാസനം. ഈ ചിത്രത്തിൽ അനാഗരിക ധർമ്മപാല എന്ന ശ്രീലങ്കൻ ഭിക്ഷു 19-ാം നൂറ്റാണ്ടിൽ വജ്രാസനത്തിനടുത്തിരിക്കുന്ന ചിത്രമാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ബോധഗയയിലെ ചിത്രമാണ്. ഈ വജ്രാസനവും ഒരു പ്രധാനപ്പെട്ട ബൗദ്ധ ചിഹ്നമാണ്. അധികം പേരത് ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായി പറയുന്നത്. BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഭർഹുത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്തൂപത്തിൽ വജ്രാസനത്തെ ബൗദ്ധ ഭക്തന്മാർ ആരാധിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ബുദ്ധൻ്റെ ചിഹ്നമായിട്ട് അശോകനാൽ തന്നെ 3-ാം നൂറ്റാണ്ടിൽ തന്നെ വജ്രാസനം ഇരിക്കുന്ന പീഠം അടയാളപ്പെടുത്തപ്പെട്ടു. 2-ാം നൂറ്റാണ്ട് BC തന്നെ അത് ആരാധിക്കപ്പെടുന്നതിൻ്റെ തെളിവുകളും നമുക്ക് ഭർഹുത്ത് സ്തൂപത്തിൽ നിന്ന് കാണാൻ പറ്റും. തെക്കൻ ഇന്ത്യയിലെ പല ആരാധനാ സ്ഥലങ്ങളിലെയും പീഠം അല്ലെങ്കിൽ സിദ്ധർ പീഠം അല്ലെങ്കിൽ സിദ്ധാസ് പീഠം എന്നുള്ള ഒരർത്ഥത്തിൽ, അതായത് സിദ്ധന്മാരിയ്ക്കുന്ന പീഠം എന്നുള്ള അർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഇന്നുമുണ്ട്. ബുദ്ധനെ അടയാളപ്പെടുത്താനായി, ബുദ്ധൻ്റെ ബോധോദയം അടയാളപ്പെടുത്താനായി, ബുദ്ധനെ വണങ്ങുന്നതിനായി അശോകൻ സ്ഥാപിച്ച വജ്രാസനത്തിൻ്റെ സ്വാധീനം ഈ പേരുകളിൽ ഉണ്ടാകുമോ എന്നുള്ളത് തേടുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനത് ആരാധനാ രീതികളെടുത്താലും പൂർവികരുടെ ആരാധനയിലും ശാക്തേയ ആരാധനയിലുമെല്ലാം പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് പീഠം. ബൗദ്ധ ഒരു സ്വാധീനം ഇതിനകത്ത് ഉണ്ടാകുമോ എന്നുള്ളത് താല്പര്യമുള്ളവർ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സിമ്പലാണ് ബോധി ട്രീ. ഇത് 1-ാം നൂറ്റാണ്ടിലെ സാഞ്ചിയിലെ ശില്പമാണ്. നമുക്ക് ത്രിരത്നം കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് മുകളിൽ നമുക്ക് ബോധിമരം, ബുദ്ധന് ബോധോദയമുണ്ടായത് ബോധി ട്രീയുടെ കീഴിലാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ബോധിവൃക്ഷം ആരാധനയ്ക്ക്, ബൗദ്ധമതത്തിൽ ആരാധനയ്ക്ക് അത് അർഹമായിട്ട് മാറുന്നത്. പലയിടത്തും ബൗദ്ധ സ്വാധീനത്തിനൊരു ചിഹ്നമായിട്ട് ബോധിവൃക്ഷം തന്നെ ശില്പമായോ അല്ലെങ്കിൽ ബോധിവൃക്ഷമായി തന്നെയോ കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിഹ്നം താമര.
അതും വളരെ കോമൺ ആയിട്ട് ഇന്ത്യയിലുള്ള മറ്റു മതങ്ങളിലും അതെ ഒരു കോമൺ ആയിട്ടുള്ളൊരു മോട്ടീഫാണ്. അതും ഇതും ഈ താമരയും ഒരു അനൈക്കോണിക് സിമ്പലാണ് ബുദ്ധമതത്തെ കുറിക്കാനായിട്ട്. ബുദ്ധൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താനായി അനേകായിരം സ്തൂപങ്ങൾ അന്നത്തെ ഇന്ത്യയിലൊക്കെയും നേപ്പാളിലും ചൈനയിലുമൊക്കെ സ്തൂപങ്ങൾ പണി കഴിപ്പിക്കപ്പെട്ടതായി തെളിവുകളുണ്ട്. ഈ സ്തൂപങ്ങൾ ആരാധിക്കപ്പെടുന്നതായും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. ഈ സ്തൂപങ്ങളും ബൗദ്ധമതത്തിൻ്റെ സ്വാധീനത്തിൻ്റെ തെളിവുകളായി എടുക്കാവുന്നതാണ്. ചിത്രത്തിൽ കാണുന്നത് സാഞ്ചിയിലെ മഹാസ്തൂപമാണ്. അശോകൻ 3-ാം നൂറ്റാണ്ടിൽ അത് പണി ആരംഭിച്ചതാണ്. പിന്നെയും ഘട്ടം ഘട്ടമായി അതിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 2 അല്ലെങ്കിൽ 3 സെഞ്ചുറി 3-ാം നൂറ്റാണ്ട് AD ആകുമ്പോഴാണ് ബുദ്ധൻ്റെ ശില്പം, മനുഷ്യരൂപത്തിലുള്ള ശില്പികൾ ഉണ്ടാക്കി തുടങ്ങുന്നത്. ഇത് കുശാന രാജാക്കന്മാരാൽ അഫ്ഗാൻ പ്രദേശത്ത് ഉണ്ടാക്കപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യമുണ്ടായ ബൗദ്ധശില്പങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നതിൽ ഒരു ശില്പമാണ് ഈ ശില്പം. ബുദ്ധനെക്കുറിച്ച് 2-3 വാക്ക് നമ്മൾ പറഞ്ഞു. ബുദ്ധൻ 4 അല്ലെങ്കിൽ 5 നൂറ്റാണ്ട് BC-യിൽ 5 അല്ലെങ്കിൽ 6 നൂറ്റാണ്ട് BC-യിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ബൗദ്ധ തത്വങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി. അടുത്ത് ബുദ്ധൻ്റെ ആരെക്കാളും ബൗദ്ധമതത്തെ വ്യാപകമായി പ്രചരിപ്പിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളുള്ളത് മൗര്യ രാജാവായ അശോക ചക്രവർത്തിക്കാണ്. ഇത് സാഞ്ചി സ്തൂപത്തിലെ അശോകൻ്റെ ശില്പമാണ് ഈ കാണുന്നത്. രഥത്തിൻ്റെ മേലിരിക്കുന്നത് അശോകനാണ്. 1-ാം നൂറ്റാണ്ട് BC-യിലാണ് ഈ ശില്പം പണി കഴിപ്പിക്കപ്പെട്ടത്. നീല നിറത്തിൽ നമ്മൾ കാണുന്നത് അന്നത്തെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തിയാണ്. ഇന്നത്തെ ഒറീസയ്ക്കടുത്ത് കലിംഗം, തെക്കേ ഇന്ത്യയിൽ ആ നീല നിറം വരാത്തത് ചേര, ചോള, പാണ്ഡ്യ ദേശങ്ങളാണ്. താഴെ നമുക്ക് അന്നത്തെ താമ്പപ്പന്നി, അതായത് ശ്രീലങ്കയും കാണാം. ഇദ്ദേഹം 3-ാം നൂറ്റാണ്ട് BC-യിലാണ് മൗര്യ ചക്രവർത്തിയായ അശോകൻ ജീവിച്ചിരുന്നത്. കനഗനഹള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അശോകരായ എന്ന പേര് എഴുതിയ ശില്പം അടുത്ത കാലത്ത് കണ്ടെത്തിയിരുന്നു. ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് 1 മുതൽ 3 നൂറ്റാണ്ട് AD-യിൽ എപ്പോഴെങ്കിലും ആയിരിക്കും എന്ന് കരുതപ്പെടുന്നു. അശോകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോടും ദാസിമാരോടും ഒപ്പം നിൽക്കുന്നതായിട്ടാണ് ഈ ശില്പം രൂപീകരിച്ചിരിക്കുന്നത്. തൻ്റെ ഭരണത്തിൻ്റെ 8-ാം വർഷം അദ്ദേഹം കലിംഗം കീഴ്പ്പെടുത്തുന്നു. കലിംഗം കീഴ്പ്പെടുത്തി 1-2 വർഷത്തിനുള്ളിൽ അദ്ദേഹം ശക്തമായി ബൗദ്ധമതം വിശ്വാസം സ്വീകരിക്കുകയും സമാധാനം കാക്ഷിക്കുകയും ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് തൻ്റെ ബാക്കിയുള്ള ഭരണകാലം ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രാഹ്മി ലിപിയിൽ ഉപാസക എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അശോകനാണ്. മൈനർ റോക്ക് എഡിക്ട് നമ്പർ 1-ലാണ് അദ്ദേഹം ഉപാസക എന്ന വാക്ക് തൻ്റെ പേരിനോട് ചേർത്ത് ഉപയോഗിക്കുന്നത്. ഉപാസക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദീക്ഷ എടുത്തിട്ടില്ലാത്ത ബുദ്ധമത അനുയായി എന്നാണ്. അതായത് അദ്ദേഹം സന്യസ്തം സ്വീകരിച്ചിട്ടില്ല, കുടുംബസ്ഥനായി ഇരുന്നുകൊണ്ട് തന്നെ ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ ഉൾക്കൊള്ളുകയും അത് പാലിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ഉപാസകൻ എന്ന് പറയുന്നത്. അപ്പോൾ 258 BC-യിൽ ഉണ്ടായ ശാസനത്തിൽ തന്നെ അദ്ദേഹം തന്നെ ഉപാസകൻ, അതായത് ബുദ്ധമത അനുയായി എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീലങ്കൻ പാരമ്പര്യങ്ങളിൽ
പറയുന്ന ഒരു പേരാണ് മൊഗ്ഗാലിപുത്ത തിസ്സ. അന്നത്തെ ബുദ്ധഭിക്ഷുക്കളുടെ ഒരു നേതാവായിരുന്ന മൊഗ്ഗാലിപുത്ത തിസ്സയും അശോക മഹാരാജാവും ബുദ്ധധർമ്മം വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയും ബുദ്ധധർമ്മത്തിലുണ്ടായ ആശയക്കുഴപ്പങ്ങളെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനും ഇവർ രണ്ടുപേരും ഒരുപാട് പ്രവർത്തിക്കുകയും ബുദ്ധമതം മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി മിഷണറിമാരെ അയക്കുകയും ചെയ്ത വ്യക്തികളായിട്ട് നമുക്ക് അശോകനെയും മൊഗ്ഗാലിപുത്ത തിസ്സയെയും മനസ്സിലാക്കാൻ സാധിക്കും. പാടലീപുത്രത്തിൽ നിന്ന് ബുദ്ധമത പ്രചരണത്തിനുള്ള സംഘങ്ങൾ പല ദേശങ്ങളിലേക്ക്, സുവർണഭൂമി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബർമ്മ, അപരാന്ത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗങ്ങൾ, യവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോ യവന രാജാക്കന്മാർ, ഗാന്ധാര ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, കാശ്മീർ, ഹിമവന്ത എന്ന് വെച്ചാൽ നേപ്പാൾ, വനവാസ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കർണാടക, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, താമ്പപ്പന്നി എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക. അപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ എല്ലാ വശങ്ങളിലേക്കും മിഷണറിമാരെ 3-ാം നൂറ്റാണ്ട് BCEയിൽ തന്നെ അശോകനും മൊഗ്ഗാലിപുത്ത തിസ്സയും അയക്കുകയാണ് ചെയ്യുന്നത്. അശോകൻ്റെ മകനും മകളും വരെ ഇത്തരത്തിൽപ്പെട്ട മതപ്രചരണ സംഘങ്ങളുടെ നേതൃത്വം സ്വീകരിച്ചിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തുള്ളത് ഈ തെക്കൻ ഇന്ത്യയിലോട്ട് വന്ന സംഘങ്ങൾ, അല്ലെങ്കിൽ തെക്കൻ ഇന്ത്യയിലെ ബുദ്ധമത സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അശോകൻ്റെ പല ശാസനങ്ങളിൽ വേറൊരു ശാസനമാണ് മേജർ റോക്ക് എഡിക്റ്റ് നമ്പർ 2. നേരത്തെ അശോകൻ ഉപാസക എന്നുള്ള പേര് അദ്ദേഹം തന്നെ സ്വയം ഉപയോഗിച്ചത് മൈനർ റോക്ക് എഡിക്റ്റ് നമ്പർ 1 ഇത് മേജർ റോക്ക് എഡിക്റ്റ് നമ്പർ 2. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമുക്ക് ചേര, ചോള, പാണ്ഡ്യ രാജ്യത്തിൽ ബൗദ്ധമതത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ആദ്യത്തെ തെളിവ് കിട്ടുന്നത്. ഇതിനകത്ത് ചോളന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, പാണ്ഡ്യന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, സത്യപുത്ത എന്ന് പറഞ്ഞ രാജവംശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കേത്തലപുത്ത അല്ലെങ്കിൽ കേരപുത്ത എന്ന് പറയുന്ന കേരളന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, താമ്രപർണിയെക്കുറിച്ച് പറയുന്നുണ്ട്. ധർമ്മത്തിൻ്റെ സ്വാധീനം പറയുന്നതോടൊപ്പം തന്നെ അശോകൻ ഈ സ്ഥലങ്ങളിലെല്ലാം മനുഷ്യർക്കും മൃഗങ്ങൾക്കും രോഗങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള സങ്കേതങ്ങളുണ്ടാക്കിയതായിട്ട് ഈ 3-ാം നൂറ്റാണ്ടിലെ ശാസനത്തിൽ പറയുന്നുണ്ട്. കേരപുത്ര അല്ലെങ്കിൽ ചേര എന്നുള്ളതിൻ്റെ ഏറ്റവും ആദ്യമുള്ള തെളിവുകളിൽ ഒന്ന് ഈ ശാസനം തന്നെയാണ്. അപ്പോൾ നമ്മൾ മിഷണറിമാർ ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ട് സൗത്ത് ഇന്ത്യയിലോട്ട് വന്നു എന്നുള്ളതും അവർ ചേരദേശത്തെത്തി എന്നുള്ളതും ചേരദേശത്ത് അശോകൻ്റെ നിർദ്ദേശത്താൽ മൃഗങ്ങൾക്കും മനുഷ്യർക്കും രോഗചികിത്സയ്ക്കുള്ള സങ്കേതങ്ങൾ ഉണ്ടാക്കിയിരിക്കാമെന്നുള്ളതും ഇതെല്ലാം 3-ാം നൂറ്റാണ്ട് BCEക്കുള്ളിൽ തന്നെ നടന്നിരിക്കാമെന്നുള്ളതിൻ്റെയും തെളിവുകളാണ് നമ്മൾ കണ്ടത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷനാണ്. മധുരയിലെ കീഴവളവ് എന്ന് പറയുന്ന ഗുഹാക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷനാണ്. ഐരാവത മഹാദേവനാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ഏർലി തമിഴ് എപ്പിഗ്രാഫി ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ടു 6th century AD എന്നുള്ള പുസ്തകത്തിനകത്താണ് ഇത് റെക്കോർഡായിരിക്കുന്നത്. മധുരയിലെ കീഴവളവ് ഗുഹാക്ഷേത്രം 2-ാം നൂറ്റാണ്ട് BCE തന്നെയുള്ള ഗുഹാക്ഷേത്രം. 3-ാം നൂറ്റാണ്ട് BCE തന്നെ ബൗദ്ധമത സ്വാധീനം സൗത്ത് ഇന്ത്യയിലും കേരളത്തിലും എത്തി നമ്മൾ കണ്ടു. ഇനി കീഴ്വളവിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കീഴ്വളവ് ഗുഹാക്ഷേത്രത്തിനകത്തുള്ള ശ്രമണ പടുക്കകളാണിത്. അതായത് ശ്രമണ സന്യാസിമാർ അവർ കിടക്കാനായിട്ട് കല്ലിൽ ചെതുക്കി ഉണ്ടാക്കിയിട്ടുള്ള കിടപ്പ് സ്ഥലങ്ങളാണ് ഇവ. അതിനകത്തുള്ള ഒരു ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷനാണിത്. ഇത് വായിച്ചെടുത്തിരിക്കുന്നത് ഉപാചൻ തൊണ്ടിലവോൻ കൊടു പളി ഇ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തൊണ്ടി എന്ന സ്ഥലത്തുള്ള ഉപാസൻ, കൊടു എന്ന് പറഞ്ഞാൽ കൊടുത്ത,
പളി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പള്ളി എന്ന് പറയുന്ന അല്ലെങ്കിൽ പാഴി എന്ന് പറയുന്ന അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊടുത്തത്. പാഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ശ്രമണന്മാരുടെ ഈ ഇരിപ്പിടം. അപ്പോൾ ശ്രമണന്മാർക്ക് ഇരിപ്പിടം അല്ലെങ്കിൽ അവർക്ക് കിടക്കാനുള്ള സ്ഥലം കൊടുത്തതാരാണ്? ഉപാസൻ, തൊണ്ടിലവോൻ. അപ്പോൾ തൊണ്ടിയിലുള്ള ഒരാൾ. ആ തൊണ്ടിയിലുള്ള ആൾ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു? ഉപാസൻ എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തൊണ്ടിയിലുള്ള ഉപാസൻ ശ്രമണന്മാർക്ക് കൊടുത്തിട്ടുള്ള പാഴി ആണ് നമ്മൾ കീഴ്വളവിൽ കണ്ടത്. അപ്പോൾ ഈ തൊണ്ടി എവിടെയാണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇത് പിറ്റിംഗേറിയൻ മാപ്പ് എന്ന 1-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ വരച്ച് തുടങ്ങിയിരിക്കപ്പെടാമെന്ന് വിചാരിക്കപ്പെടുന്ന ഒരു മാപ്പാണ്. അതിൽ മുസിരിസിനടുത്തായിട്ട് ടിൻഡിസ് അല്ലെങ്കിൽ ടുണ്ടിസ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കാണാമെന്ന് തോന്നുന്നു ഈ കഴ്സർ. അപ്പോൾ ഈ ടുണ്ടിസ് അല്ലെങ്കിൽ ടിൻഡിസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ചേര രാജാക്കന്മാരുടേത് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുണ്ടായിരുന്നു എന്നുള്ളത് പെരിപ്ലസ് ഓഫ് എർത്തിയൻ സി 60 AD പ്ലീനി ദ എൽഡർ 60 AD പിറ്റിംഗേറിയൻ ടേബിൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിരിക്കാം. ക്ലോഡിയസ് ടോളമി 150 AD റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിൻഡിസ് ചേര രാജാക്കന്മാരുടേതാണ് എന്നുള്ളത് നമുക്ക് അറിയാം. തൊണ്ടി, ഈ ടിൻഡിസ് തന്നെയാണ് തൊണ്ടി. ഈ തൊണ്ടി ചേര രാജാക്കന്മാരുടേതാണെന്ന് സംഘസാഹിത്യ പാട്ടുകൾ ചെങ്കോൽ കുട്ടുവൻ തൊണ്ടി അന്ന എന്ന, അതായത് കുട്ടുവൻ എന്ന ചേര രാജാവിൻ്റെ തൊണ്ടി എന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഒരു 6ഓളം പാട്ടുകൾ ചേര രാജാവിൻ്റെ സ്ഥലമാണ് തൊണ്ടി എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കമ്പാരിസണാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്നവർ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ചാലും തെറ്റില്ല. 3-ാം നൂറ്റാണ്ടിൽ അശോകൻ തൻ്റെ മൈനർ റോക്ക് എഡിക്ട് നമ്പർ 1 അദ്ദേഹത്തിൻ്റെ ബുദ്ധമത ബന്ധം കാണിക്കാനായിട്ട് അദ്ദേഹത്തെ തന്നെ ഉപാസക എന്ന് അടയാളപ്പെടുത്തുന്നു. 2-ാം നൂറ്റാണ്ട് BC, അതായത് ഏതാണ്ട് 100 വർഷത്തിന് ശേഷം തൊണ്ടിയിൽ നിന്ന് കീഴ്വളവിലെ ശ്രമണർക്ക് ദാനം കൊടുക്കുന്ന വ്യക്തി അവനെ തന്നെ ഉപാസൻ എന്ന് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ അശോകൻ ചെയ്തത് കണ്ടിട്ട് അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആ ഒരു അതേ ടൈറ്റിൽ ഇദ്ദേഹം എടുത്തതാണ് എന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ല. എന്താണെങ്കിലും 2-ാം നൂറ്റാണ്ട് BC തന്നെ ചേര രാജ്യത്തിലെ തൊണ്ടിയിൽ, ഗ്രീക്കുകാരുടെ പ്രൊണൗൺസിയേഷൻ അനുസരിച്ച് ടിൻഡിസിൽ ഉപാസന്മാരുണ്ടായിരുന്നു. അതായത് ബൗദ്ധമതത്തെ അനുവർത്തിക്കുന്ന സന്യാസിമാരല്ലാത്തവരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് 2-ാം നൂറ്റാണ്ട് BC കീഴ്വളവ് ശാസനം. Donor from Tondi was an upasaka like King Ashoka, but they are separated with 100 years, separated by 100 years. ഇനി പറയാൻ വരുന്നത് മണിമേഖലൈ എന്ന തമിഴ് കൃതിയാണ്. ഇതൊരു പോസ്റ്റ് സംഘം വർക്കാണ്. ഇതിനകത്ത് ചേര രാജ്യത്തിലെ വഞ്ചി, ചേര രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെയാണ് വഞ്ചി എന്ന് അടയാളപ്പെടുത്തുന്നത്. 2-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതപ്പെട്ട മണിമേഖലയിൽ 27-ഉം 28-ഉം ഭാഗങ്ങളിൽ ചേര രാജാവിൻ്റെ തലസ്ഥാനമായ വഞ്ചിയെക്കുറിച്ച് പറയുന്നുണ്ട്. ന്യായ, വൈദികം, ശൈവം, വൈഷ്ണവം, ബ്രഹ്മമതം, ആജീവികമതം, ജൈനമതം, ബുദ്ധമതം, സാഖ്യം, വൈശേഷികം, ഭൂതവാദം, ലോകായത്ത, ഈ കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്ത് ചർച്ച ചെയ്യാനായിട്ട് ഇതെല്ലാം അറിയുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇത് ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യമുള്ള വ്യക്തികൾ ചേര രാജാവിൻ്റെ വഞ്ചിയിൽ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കാം എന്ന് അറിവ് കിട്ടി ഇവ പഠിക്കാനായിട്ടാണ് മണിമേഖല ചേര രാജ്യത്തിലോട്ട് വരുന്നത്. അങ്ങനെയാണ് ഇത് മണിമേഖലയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത്, അതായത് 2 മുതൽ 6-ാം നൂറ്റാണ്ട് വരെ
ചേരരാജാവിൻ്റെ തലസ്ഥാനമായ വഞ്ചിയിൽ ബൗദ്ധമതം ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ അനേകം മതങ്ങളുടെയും സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായിട്ട് മണിമേഖല എന്ന തമിഴ് കൃതിയെ നമുക്ക് എടുക്കാവുന്നത്. ഇനി പറയാൻ പോകുന്നത് ഹുയാൻസാങ് എന്നുള്ള ചൈനീസ് പണ്ഡിതനെയാണ്. അദ്ദേഹം ഒരു സന്യാസിയുമാണ്, ബുദ്ധമതാനുയായിയാണ്. അദ്ദേഹം ചൈനയിൽ നിന്ന് യാത്ര തിരിച്ച് ഇന്നത്തെ ഗാന്ധാരം വഴി ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയിൽ മുഴുവൻ അദ്ദേഹം നടന്ന് കാണുകയും ഇന്ത്യയിൽ നിന്ന് അനേകം ബൗദ്ധകൃതികളെ അദ്ദേഹം മൊഴിമാറ്റം ചെയ്യുന്നതിലേക്ക് വേണ്ടി സംരക്ഷിച്ച് തിരിച്ച് ചൈനയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ യാത്രാ സമയത്ത് അദ്ദേഹം കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വളരെ വിശദമായി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലഭ്യമാണ്. അന്നത്തെ ഇന്ത്യയെക്കുറിച്ചും ദക്ഷിണേന്ത്യയെക്കുറിച്ചും ചൈനയെക്കുറിച്ചുമൊക്കെ അറിവ് കിട്ടാൻ അത് വിലപ്പെട്ടതാണ്. ഇത് നളന്ദയിലുള്ള ഹുയാൻസാങ്ങിൻ്റെ ശില്പമാണ്. ഹുയാൻസാങ്ങിൻ്റെ മുതുകിലൊരു വലിയ ബാക്ക് പാക്ക് കാണാം. അത് അദ്ദേഹം ശേഖരിക്കുകയും പരിഭാഷയ്ക്കായിട്ട് സംരക്ഷിക്കുകയും ചെയ്ത ബൗദ്ധ കൃതികൾ അടുക്കി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യാത്രാ വിവരണം റെക്കോർഡ്സ് ഓഫ് ദ വെസ്റ്റേൺ റീജിയൻസ് എന്നുള്ള പേരിൽ, ഓഫ് ടാങ് ഡൈനാസ്റ്റി എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ആലോചിക്കേണ്ടുന്ന ഒരുപാട് വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിലുണ്ട്. ചോളരാജ്യവും കാഞ്ചീപുരവും കഴിഞ്ഞ് ശ്രീലങ്കയിലേക്ക് പോകുന്നതിന് മുൻപാണ് അദ്ദേഹം മലകൂട എന്ന പ്രദേശത്തെത്തുന്നതായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മലകൂട എന്നുള്ളത് മലനാട്, മലബാർ എന്നൊക്കെ അറിയപ്പെടുന്ന ചേരരാജ്യമാണ് എന്നുള്ളത് ഈ ഒരു ജോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷൻ വഴി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചോളരാജ്യവും തമിഴ് രാജ്യവും കഴിഞ്ഞിട്ട് മലകൂടയിൽ വന്നിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം ശ്രീലങ്കയിൽ പോകുന്നത്. വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മലകൂട ഓൾസോ കോൾഡ് ആസ് ദ കൺട്രി ഓഫ് കുമാരി എന്നാണ് അദ്ദേഹം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഈ മലകൂടയിൽ അശോകൻ്റെ സഹോദരനായ മഹേന്ദ്രൻ സ്ഥാപിച്ച ഒരു ബുദ്ധവിഹാരം ഉള്ളതായിട്ട് എഴുതിയിരിക്കുന്നു. നോട്ട് ഫാർ ടു ദ ഈസ്റ്റ് ഓഫ് ദ സിറ്റി ഈസ് എൻ ഓൾഡ് മൊണാസ്ട്രി ഹൂസ് ബിൽഡിംഗ്സ് ആർ ഡെലാപ്പിഡേറ്റഡ് ബട്ട് ദ ഫൗണ്ടേഷൻസ് ആർ സ്റ്റിൽ ഇൻ എക്സിസ്റ്റൻസ്. ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ മഹേന്ദ്ര, എ യങ് ബ്രദർ ഓഫ് കിങ് അശോക. നമുക്ക് ഇന്ന് അറിയുന്ന ധാരണ വെച്ച് മഹീന്ദ അല്ലെങ്കിൽ മഹേന്ദ്ര എന്നുള്ളത് അശോകൻ്റെ മകനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിലും ഈ ഹുയാൻസാങ്ങിൻ്റെ 7ാം നൂറ്റാണ്ടിലെ റെക്കോർഡിങ്ങിൽ യങ് ബ്രദർ എന്നാണ് എഴുതിയിരിക്കുന്നത്. The east side is a stupa whose high foundation has collapsed, but the dome, which is in the shape of an inverted arms bowl, still exists. It was built by King Ashoka. അപ്പോൾ ഇതിനടുത്ത് തന്നെ അശോകനാൽ കെട്ടപ്പെട്ട ഒരു സ്തൂപവും ഉണ്ട് എന്ന് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് ദ വെസ്റ്റേൺ റീജിയൻസ്. ഹുയാൻസാങ്ങിൻ്റെ സഞ്ചാര വിവരണമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മലകൂടയിൽ ഉണ്ടായിരുന്ന ബുദ്ധമത അനുയായികളെ അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മഹീന്ദ കെട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരു വിഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അശോകൻ കെട്ടി എന്ന് അദ്ദേഹം വിചാരിക്കുന്ന ഒരു സ്തൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ കന്യാകുമാരിയിൽ പുത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു നിർമ്മിതിയാണിത്. പ്രദേശവാസികൾ യോഗീശ്വരൻ എന്ന പേരിൽ ഈ സ്ഥലത്തെ ആരാധിക്കുന്നുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഒരു നിർമ്മിതി കണ്ടിട്ട് അതൊരു സ്തൂപത്തിൻ്റെയോ ഒരു വിഹാരത്തിൻ്റെയോ ബാക്കി പത്രമായിക്കൂടെ എന്ന് ആലോചിക്കാവുന്നതാണ്. 7 മീറ്ററോളം പൊക്കമുണ്ട് അവശേഷിക്കുന്ന സ്ട്രക്ചറുകൾക്ക്. അതിന് മുന്നിൽ നമ്മുടെ ഈ പ്രസൻറ്റേഷനിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മാതിരിയുള്ള ശില്പങ്ങളുണ്ട്.
പുത്തേരിയിലുള്ള ഈ സ്ട്രക്ചർ അശോകൻ കെട്ടിയ സ്തൂപമോ അല്ലെങ്കിൽ മഹേന്ദ്രൻ കെട്ടിയ വിഹാരമെന്നോ ഹുയാൻസാങ് ഏതൊരു സ്ട്രക്ചറിനെ പറഞ്ഞിരിക്കുമോ അതിൻ്റെ അവശിഷ്ടങ്ങളാകുന്നതിന് സാധ്യത ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കും. ഇത് ആർക്കിയോളജിയിലും റിലീജിയൻസിനെ പഠിക്കുന്നവർക്കും അന്വേഷിച്ച് കൃത്യമായ ഒരു കൺക്ലൂഷനിലോട്ട് റിസർച്ച് നടക്കുകയാണെങ്കിൽ പോകാൻ പറ്റുന്നതായിരിക്കും എന്ന് ഒരു സജഷൻ കൂടെ ഇവിടെ പറയും. എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു എന്നാൽ മലകൂടായെക്കുറിച്ച് പറഞ്ഞിട്ട് ബുദ്ധവിഹാരത്തെക്കുറിച്ചും അശോകൻ കെട്ടിയ സ്തൂപത്തെക്കുറിച്ചും മഹേന്ദ്രൻ കെട്ടിയ വിഹാരത്തെക്കുറിച്ചും പറയുന്ന ഇടത്ത് കുമാരി, ലാൻഡ് ഓഫ് കുമാരി എന്നൊരു വാക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിന് തൊട്ടടുത്ത പാരഗ്രാഫിൽ ഹുയാൻസാങ് പൊതിഗൈ മല ആയിരിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോത്തലക്ക എന്ന ഒരു മലയെക്കുറിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സെയിം ബുക്കിൽ തന്നെ ഹുയാൻസാങ് അദ്ദേഹത്തിൻ്റെ വിവരണം തുടരുന്നിടത്ത് പോത്തലക്ക മൗണ്ടൻ, ഈ വിഹാരത്തെക്കുറിച്ച് സ്തൂപത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം പോത്തലക്ക എന്ന മലയെക്കുറിച്ചും പോത്തലകയിലുണ്ടായിരുന്ന അവലോകിതേശ്വര ബോധിസത്വനെ വിശ്വസിക്കുന്ന വ്യക്തികളെക്കുറിച്ചും അവലോകിതേശ്വര ബോധിസത്വനെ കാണുന്നതിനായി മലയിലേക്ക് തീർത്ഥാടനം പോകുന്നവരെക്കുറിച്ചും ഹുയാൻസാങ് വാചാലനാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അഗസ്ത്യാർകൂടത്തിലെ ചില ചിത്രങ്ങൾ. ചൈനീസ് റെക്കോർഡുകളിൽ മൗണ്ട് പോത്തലക്ക എന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ബുദ്ധമതത്തിലെ ബോധിസത്വനായ അവലോകിതേശ്വരൻ്റെ ഇരിപ്പിടമെന്ന് കരുതപ്പെടുന്നത് തിരുനെൽവേലി, കന്യാകുമാരി, തിരുവനന്തപുരം അതിരിൽ വരുന്ന പൊതിഗൈ മല എന്നും അറിയപ്പെടുന്ന അഗസ്ത്യാർകൂടമാണ് എന്നുള്ളത് പല റിസർച്ചേഴ്സും ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പൊതിഗൈ മലയ്ക്ക് പോത്തലക്ക എന്നുള്ള പേര് നമുക്ക് 7-ാം നൂറ്റാണ്ടിൽ കാണാൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് കൊറിയയിലും ചൈനയിലും ടിബറ്റിലുമൊക്കെ ഈ പേര് കൂടുതൽ പോപ്പുലർ ആകുന്നത്. ഇവിടുത്തെ പൊതിഗൈ മല പോത്തലക്ക എന്ന റെക്കോർഡായി ശേഷം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ തന്നെ ആകണം എന്ന് തോന്നുന്നു. ടിബറ്റിലെ പോത്തല പാലസ് പോലും വളരെ പിൽക്കാലത്താണ് ആ ഒരു പേര് നിലവിൽ വരുന്നത്. ആദ്യത്തെ പൊതിഗൈ അഗസ്ത്യാർകൂടം എന്ന് അറിയപ്പെടുന്ന പൊതിഗൈ മലയാണ്. ഇനി വേറൊരു കൃതി നോക്കാം. നോട്ട് എക്സാക്ട്ലി സൗത്ത് ട്രാവൻകൂർ, പക്ഷേ കേരളത്തിൽ തന്നെ ഒരു സംസ്കൃത കൃതിയാണ് മൂഷകവംശകാവ്യ. അതുലൻ എന്ന കവി എഴുതിയത് 10നും 12നും നൂറ്റാണ്ടിനിടയിൽ എഴുതപ്പെട്ടതാണ് ഈ സംസ്കൃത കാവ്യം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൽ 108ഓളം രാജാക്കന്മാരുടെ ഒരു വംശാവലി നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള മൂഷകവംശകാവ്യത്തിനകത്ത് രാജവർമ്മൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ പേര് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം രാജവിഹാരം എന്ന പേരിൽ ഒരു ബുദ്ധവിഹാരം നിർമ്മിച്ചു. ത്രിരത്നങ്ങളെ ആസ്പദമാക്കി ഒരു ബുദ്ധവിഹാരം വടക്കൻ കേരളത്തിൽ നിർമ്മിച്ചു എന്നുള്ളതിൻ്റെ സൂചന നമുക്ക് ആ കാവ്യത്തിൽ വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലം, ഡേറ്റിംഗ് നമുക്ക് ലഭ്യമല്ല ഇപ്പോൾ. എങ്കിലും ഈ കൃതി എഴുതുന്നതിന് 108ാമത്തെ രാജാവാണ്. 50 രാജാക്കന്മാരുടെ ഒരു ഗ്യാപ്പുണ്ട്. ഏകദേശം ഒരു 500,000 വർഷം നമുക്ക് പറയാം. ഒരു രാജാവിനൊരു 10 വർഷം ഭരണം എന്ന ആവറേജ് കൊടുത്തു കഴിഞ്ഞാൽ 500 വർഷം വരും. രാജവർമ്മനും അതുലൻ എന്ന കവിയുടെയും കാലത്തിന് ഇടയിൽ 500 വർഷം വരും. അപ്പോൾ ഒരു 500 AD എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. 500 ADയിൽ ഒരു ബുദ്ധവിഹാരം ത്രിരത്നങ്ങളെ ആസ്പദമാക്കി വടക്കൻ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടു. ഇത് എവിടെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത്, ഏത് സ്ഥലമാണ് എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നതല്ല.
മൂഷവംശ കാവ്യത്തിലെ രത്നത്രയാസ്പദം എന്നുള്ള അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ത്രിരത്നങ്ങൾ, 3 ജ്വൽസിനെ ആസ്പദമാക്കി രാജവർമ്മൻ രാജവിഹാരം എന്ന ഒരു മൊണാസ്ട്രി ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ആക്ച്വൽ വരികളും അവയുടെ ഇംഗ്ലീഷ് പരിഭാഷയുമാണ് കൊടുത്തിരിക്കുന്നത്. അതേ മൂഷവംശ കാവ്യത്തിൽ തന്നെ വിക്രമരാമൻ എന്ന 106ാമത്തെ പേരുള്ള ഒരു രാജാവിനെ കുറിച്ച് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലം ഏകദേശം AD 928 ധരിക്കാം. നരയൻ കണ്ണൂർ എന്ന് പറഞ്ഞുള്ളൊരു ലിഖിതത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരാണ് പറയപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ. ശ്രീമൂലവാസത്തെ കടലാക്രമണത്തിൽ നിന്ന് ഇദ്ദേഹം കരിങ്കൽ ഭിത്തി കെട്ടി രക്ഷിച്ചു. ശ്രീമൂലവാസം വിശ്വപ്രസിദ്ധമായ ഒരു ബുദ്ധവിഹാരമായിരുന്നു. അപ്പോൾ ഈ രാജാവും ബുദ്ധമതത്തോട് ആഭിമുഖ്യം കാണിച്ചു എന്ന് കരുതാവുന്നതാണ്. മൂഷവംശ രാജാക്കന്മാർ ഇന്നത്തെ കോലത്തുനാട് എന്ന് പറയുന്ന ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ച രാജാക്കന്മാരാണ്. അപ്പോൾ 928 AD നമുക്ക് ബൗദ്ധമതത്തോട് ആഭിമുഖ്യവും ബൗദ്ധമതത്തിൻ്റെ സ്വാധീനവും ഒക്കെ വടക്കൻ കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിക്രമരാമൻ എന്ന രാജാവ് ജിനദേവൻ്റെ മൂലവാസത്തെ സംരക്ഷിച്ചതിൻ്റെ സംസ്കൃത വരികളും അവയുടെ ഇംഗ്ലീഷ് പരിഭാഷയുമാണ് കൊടുത്തിരിക്കുന്നത്. താല്പര്യമുള്ളവർ നോക്കുക. 898 AD പാലിയം ചെമ്പുപട്ടയമാണ് ചിത്രത്തിലുള്ളത്. വിക്രമാദിത്യ വരഗുണൻ എന്ന വിഴിഞ്ഞം കേന്ദ്രമാക്കി ഭരിച്ച രാജാവ്. ഇതൊരു ബൈലിംഗ്വൽ കോപ്പർ പ്ലേറ്റാണ്. അതായത് 2 ഭാഷകൾ ഇതിനകത്തുണ്ട്. സംസ്കൃതവുമുണ്ട്, തമിഴുമുണ്ട്. അപ്പോൾ അതിൽ സംസ്കൃത ശ്ലോകങ്ങളിൽ ശൗധോദനി, അതായത് ശുദ്ധോദനൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ബുദ്ധനെ സ്തുതിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ധർമ്മസംഘത്തെയും സ്തുതിക്കുന്നുണ്ട്, അതായത് ബുദ്ധഭിക്ഷുക്കളുടെ സംഘത്തെ. അതുപോലെ അവലോകിതേശ്വരനെ സ്തുതിക്കുന്നുണ്ട്. 9ാം നൂറ്റാണ്ടിലാണ്. മാത്രമല്ല ശ്രീമൂലവാസം എന്ന ബുദ്ധവിഹാരത്തിലേക്ക് ഡൊണേഷൻസ് കൊടുക്കുന്നത് ആണ്, ദാനങ്ങൾ കൊടുക്കുന്നതാണ് ഈ ചെമ്പുപട്ടയത്തിലെ വിഷയം. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളല്ലാതെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധമതത്തിൻ്റെ കേരളത്തിലെ തെളിവുകളാണ് കരുമാടി, മാവേലിക്കര, ഭരണിക്കാവ്, പള്ളിക്കൽ, കരുനാഗപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ബൗദ്ധ ശില്പങ്ങൾ. കൂടുതൽ പഠനങ്ങൾ, കൂടുതൽ തെളിവുകളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇത് ഒന്നുകൂടെയുണ്ട്. ആര്യമഞ്ജുശ്രീ മൂലകൽപ്പ മഹായാന ബുദ്ധിസത്തിലെ ഒരു തന്ത്ര ഗ്രന്ഥമാണിത്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് എൻ ഇന്ത്യൻ ബുദ്ധിസ്റ്റ് തന്ത്ര ടെക്സ്റ്റ് ആണിത്. ഇതിൻ്റെ കൈയെഴുത്ത് പ്രതി അല്ലെങ്കിൽ ഇതിൻ്റെ താളിയോല പ്രതി കണ്ടെടുത്തത് കന്യാകുമാരിയിലെ മുഞ്ചിറയ്ക്കടുത്തുള്ള മണലിക്കര മഠത്തിൽ നിന്നാണ് പൂർണ്ണമായ പ്രതി കണ്ടെടുത്തത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് ശേഖരിക്കുകയും പഠിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഇത്തരം പുസ്തകങ്ങളെ പകർത്തി എഴുതിയും സംരക്ഷിച്ചും പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 20ാം നൂറ്റാണ്ടിൽ ആര്യമഞ്ജുശ്രീ മൂലകൽപ്പ എന്ന പുസ്തകം കന്യാകുമാരിയിൽ നിന്നാണ് കണ്ടെടുത്തത്. അത് മഹാമഹോപാധ്യായ ഡോക്ടർ ടി ഗണപതി ശാസ്ത്രിയാണ് അതിനെ പ്രസിദ്ധീകരിക്കേണ്ടായത്. അത് കേരള യൂണിവേഴ്സിറ്റിയാണ് പ്രസിദ്ധീകരിച്ചത്. ഇതേ സമയത്ത് തന്നെ ഭാസൻ്റെ കൃതികൾ, കാളിദാസന് മുൻപുള്ള ഭാസൻ്റെ കൃതികളെല്ലാം ഇവിടെ നിന്നാണ് കണ്ടെത്തിയത്. ട്രിവാൻഡ്രം സാൻസ്ക്രിറ്റ് സീരീസ് എന്നുള്ള ഒരു പേരിലാണ് ഇവയെല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് കന്യാകുമാരിയിലെ നിന്നാണ് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എങ്കിലും കന്യാകുമാരിയിലും ട്രിവാൻഡ്രത്തും ബൗദ്ധമതത്തിൻ്റെ ആരംഭകാല ബൗദ്ധമതത്തിൻ്റെ തന്നെ വലിയൊരു വേരോട്ടത്തിൻ്റെ ഒരു തെളിവായിട്ട് ആര്യമഞ്ജുശ്രീ മൂലകൽപ്പയുടെ കൃതി ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നുള്ള വസ്തുത
വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കേൾക്കണമെന്നും പറയണമെന്നും ആഗ്രഹിച്ച ചില കാര്യങ്ങൾ വിട്ടുപോയിരിക്കാം, ചില കാര്യങ്ങളുടെ സ്പീഡ് കൂടിപ്പോയിരിക്കാം, കുറഞ്ഞു പോയിരിക്കാം. സംശയങ്ങളും വിമർശനങ്ങളും ചർച്ചകളും തുടർന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം എന്ന് പരിപാടിയുടെ സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. സാധിക്കുന്ന വിധത്തിൽ അവയ്ക്ക് മറുപടികൾ നൽകാം. എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവയെ ചൂണ്ടിക്കാണിക്കുക, പറ്റുന്ന വിധത്തിൽ അവയെ തിരുത്താം. ഈ പ്രോഗ്രാം, ഈ ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനും അവതരിപ്പിക്കുന്നതിനും പ്രോത്സാഹനം നൽകിയ ഇതിൻ്റെ സംഘാടകരെ, പ്രത്യേകിച്ച് ശ്രീ അജയ് ശേഖർ സാറിനെ, ഇതിൻ്റെ മറ്റ് സംഘാടകരെയും നന്ദിയോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. എത്രയുണ്ട്?